Dear students, today we are discussing linked list. We know that linked list is a linear data structure that contains a collection of nodes. What do you mean by a node? A node consists of two parts, a data part and a link part. Data part stores the actual data. The link part is used to point to the next node in the linked list. അപ്പോൾ linked ലിസ്റ്റിനെ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ട്രെയിനിനെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ട്രെയിൻ കംപ്ലീറ്റ് ഒരു ലിങ്ക് ലിസ്റ്റായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ട്രെയിനിൽ കമ്പാർട്ട്മെൻറ്റുകളുടെ കളക്ഷനാണ് ഒരു ട്രെയിൻ. ട്രെയിൻ കൺസിസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ കമ്പാർട്ട്മെൻറ്റിന് രണ്ട് ഭാഗം ഉണ്ടാവും. ഒന്ന് യാത്രക്കാർ ഇരിക്കുന്ന ഭാഗവും രണ്ടാമത് നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ലിങ്ക് പാർട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ട്രെയിനിൽ ആവശ്യാനുസരണം കമ്പാർട്ട്മെൻറ്റുകൾ എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടാം. ചില ട്രെയിനിൽ ചിലപ്പോൾ 10 കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും, മറ്റൊരു ട്രെയിനിൽ അത് ചിലപ്പോൾ 20 കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ആവശ്യാനുസരണം നമുക്ക് കമ്പാർട്ട്മെൻറ്റുകൾ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് സാധ്യമെന്ന് വെച്ചാൽ അത് കളക്ഷൻ ഓഫ് നോട്ട്സ് പോലെയാണ്. അതായത് അതിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ച് മറ്റൊരു കമ്പാർട്ട്മെൻറ്റിന് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം അതിൻ്റെ സൈസ് ക്യാൻ ഗ്രോ ആൻഡ് ഷ്രിങ്ക്, അത് വലുതാവുകയും ചെയ്യാം ചുരുങ്ങുകയും ചെയ്യാം. അപ്പോൾ ദാറ്റ് ഇസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് വേണം നമുക്ക് ട്രെയിനിനെ കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് എത്ര കമ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് ഈ ലിങ്ക് പാർട്ട് ഉപയോഗിച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് ഓരോ കമ്പാർട്ട്മെൻറ്റും നമുക്ക് റിമൂവ് ചെയ്യാം. പക്ഷെ ഇതിൽ നമുക്ക് ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റൊക്കെ ഒന്നിൻ്റെ തൊട്ട് അപ്പുറം തന്നെയാണ് അടുത്ത കമ്പാർട്ട്മെൻറ്റ് ഉള്ളത്. അപ്പോൾ ലിങ്ക് പാർട്ട് ജസ്റ്റ് തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. പക്ഷേ ലിങ്ക് ലിസ്റ്റിൽ നോഡ് എന്ന് പറയുന്നത്, ഒരു നോഡ് മെമ്മറിയിലെ ഒരു ഭാഗത്താണെങ്കിൽ നെക്സ്റ്റ് നോഡ് ചിലപ്പോൾ മെമ്മറിയുടെ മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കാം. തൊട്ട് അടുത്ത് തന്നെ വേണമെന്നില്ല. കാരണം പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ അഡ്രസ്സ് നമുക്ക് പോയിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് വ്യത്യാസം. ട്രെയിനിലാകുമ്പോൾ കമ്പാർട്ട്മെൻറ്റൊക്കെ അടുത്തടുത്ത് നിൽക്കുകയാണ്. ലിങ്ക് ലിസ്റ്റിൽ നോഡ് എന്ന് പറയുന്നത് ഒരു നോഡ് മെമ്മറിയുടെ ഒരു ഭാഗത്താവും, രണ്ടാമത്തെ നോഡ് വേണമെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കാം, മൂന്നാമത്തെ നോഡ് വേണമെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കാം. പക്ഷേ ഒന്നാമത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് അവിടെ രണ്ടാമത്തെ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു നമുക്ക് പറയാം. നമ്മൾ പോയിൻ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റേത് ട്രെയിനിനെ നമുക്ക് ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പരിഗണിക്കാം. നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. വാട്ട് ഈസ് എ ലിങ്ക് ലിസ്റ്റ്? ലിങ്ക് ലിസ്റ്റ് ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് കണ്ടെയ്ൻസ് കളക്ഷൻ ഓഫ് നോഡ്സ്. എ നോഡ് കൺസിസ്റ്റ് ഓഫ് two parts, data part and link part. The link part is a pointer to the next node in the list. The first node will be pointed by a special pointer called start or head. The link part of last node will be null point. For definition clear ആണ്. The linked list is a linear data structure that contains collection of nodes. A collection of nodes അല്ലേ, ഒരുപാട് നോട്ട്സുകൾ അടങ്ങിയതാണ് ലിങ്ക് ലിസ്റ്റ്. എന്താണ് നോഡ് എന്ന് പറയുന്നത്? എ നോഡ് കൺസിസ്റ്റ് ഓഫ് two parts. ഒരു നോഡിന് രണ്ട് ഭാഗം ഉണ്ടാവും, ഡാറ്റ പാർട്ട് ആൻഡ് ലിങ്ക് പാർട്ട്, രണ്ട് ഭാഗം ഉണ്ടാവും. അപ്പോൾ എന്താണ് ലിങ്ക് പാർട്ടിൻ്റെ ഉപയോഗം? ലിങ്ക് പാർട്ട് ഈസ് എ പോയിൻ്റർ ടു ദ നെക്സ്റ്റ് നോഡ് ഇൻ ദ ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ ഡാറ്റയിലാണ് നമ്മൾ ആക്ച്വൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. ദ ഫസ്റ്റ് നോഡ് വിൽ ബി പോയിൻറ്റഡ് ബൈ എ സ്പെഷ്യൽ പോയിൻ്റർ കോൾഡ് സ്റ്റാർട്ട് ഓർ ഹെഡ്. അപ്പോൾ ഒന്നാമത്തെ നോഡിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോയിൻ്റർ ഉണ്ടാവും. ആ പോയിൻ്ററിന് നമ്മൾ സാധാരണ പേര് കൊടുക്കുക സ്റ്റാർട്ട് എന്നാണ്, അല്ലെങ്കിൽ ഹെഡ് എന്ന് പേര് കൊടുക്കാം. ചില ടെക്സ്റ്റിൽ ഹെഡർ എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക സ്റ്റാർട്ട് എന്ന് പറയുന്ന പേരാണ്. നമ്മൾ ഒന്നാമത്തെ നോഡിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോയിൻ്ററാണ് സ്റ്റാർട്ട്. The link part of the last node will be null pointer. അവസാനത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ നള്ളാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്കിവിടെ 3 നോഡുകളാണുള്ളത്. അപ്പോൾ നമുക്കറിയാം ഓരോ നോഡിനും രണ്ട് ഭാഗം ഉണ്ടാവും, ഒരു ഡാറ്റ പാർട്ട് ഉണ്ടാവും, ലിങ്ക് പാർട്ടും ഉണ്ടാവും. അപ്പം സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്റർ അത് ഒന്നാമത്തെ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് രണ്ടാമത്തെ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നോഡിൽ ഡാറ്റ 3 ആണ്. ആ രണ്ടാമത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ നോഡിൻ്റെ ഡാറ്റ 8 ആണ്.
ലിങ്ക് പാർട്ടിൽ നള്ളാണ് എന്ന് വെച്ചാൽ ഇത് എവിടെയും പോയിന്റ് ചെയ്യുന്നില്ല. അപ്പോൾ ദിസ് ഇസ് ദ ലാസ്റ്റ് നോഡ്. അപ്പോൾ നമ്മളുടെ ഈ എക്സാമ്പിളിൽ 3 നോഡുകളുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലിങ്ക്ഡ് ലിസ്റ്റിലെ ഫസ്റ്റ് നോഡിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്ന ഒരു പോയിന്റർ ഉപയോഗിക്കും. അത് ഫസ്റ്റ് നോഡിന് പോയിന്റ് ചെയ്യുന്നു. ഒന്നാമത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്ത് ചെയ്യുന്നു, ആ ലിങ്ക്ഡ് ലിസ്റ്റിലെ രണ്ടാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യുന്നു. രണ്ടാമത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് മൂന്നാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യുന്നു. അതേപോലെ കണ്ടിന്യൂ ചെയ്യും. ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ട് നള്ളായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റ് C++ൽ നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. A linked list is created in C++ with the help of self-referential structures. A self-referential structure contains a pointer that can point to same type of structure. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് സ്ട്രക്ചർ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഡെഫിനിഷൻ നോക്കാം. ഇപ്പോൾ ഈ സ്ട്രക്ചർ ഡെഫിനിഷനിൽ നമുക്കറിയാം, സ്ട്രക്ചർ ഡെഫിനിഷൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ട്രക്ട് എന്ന് പറയുന്ന കീബോർഡ് ഉപയോഗിക്കും. ഇവിടെ സ്ട്രക്ചർ ടാഗ് എന്താണ്, നോഡ്. ഞാൻ ക്യാപിറ്റലാണ് കൊടുത്തത്, ക്യാപിറ്റലിനെ കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നോഡാണ് നമ്മളുടെ സ്ട്രക്ചർ ടാഗ് നെയിം അല്ലേ. ഇനി ഇവിടെ ഓപ്പണിംഗ് ബ്രേസ് തുടങ്ങുന്നില്ല, മെമ്പേഴ്സാണ് ഇത്. ഫസ്റ്റ് മെമ്പർ ഏതാണ്, ഇൻറ്റു ഡാറ്റ. ഇപ്പോൾ ഡാറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നു, മെമ്പർ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ആണ്. രണ്ടാമത്തെ നോക്കുക, രണ്ടാമത്തെ നോഡ് സ്റ്റാർ ലിങ്ക്. അപ്പം ഇവിടെ ലിങ്ക് എന്ന് പറയുന്നത് പോയിൻ്ററാണ്. എങ്ങനെയുള്ള പോയിൻ്റർ, നോഡ്. അതായത് ഇതേ സ്ട്രക്ചറിനെ പോയിൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു പോയിൻ്ററാണ് ലിങ്ക് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഇവിടെ ഡിഫൈൻ ചെയ്തു. സ്ട്രക്ചറിൻ്റെ ടാഗ് നെയിം എന്താണ്, നോഡാണ്. അതിൽ 2 മെമ്പറാണ് ഉള്ളത്, ഒന്ന് ഡാറ്റ, രണ്ടാമത്തേത് ലിങ്ക്. ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റിജറാണ്. ലിങ്ക് എന്താണ്, പോയിൻ്ററാണ്. എങ്ങനെയുള്ള പോയിൻ്റർ, ഇതേപോലത്തെ സ്ട്രക്ചറിനെ പോയിന്റ് ചെയ്യാൻ പറ്റിയ പോയിൻ്റർ അല്ലേ. ഇനി ഇവിടെ നോക്കുക, നോഡ് സ്റ്റാർട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഡിക്ലറേഷനാണ്. ഇപ്പോൾ നോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ടാഗ് നെയിം. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഇസ് എ പോയിൻ്റർ, സ്റ്റാർട്ട് ഈസ് എ പോയിൻ്റർ. അപ്പോൾ നമ്മളൊരു പോയിൻ്റർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഈ പോയിൻ്റർ എവിടെയെങ്കിലും പോയിന്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. ഇപ്പോൾ എവിടെയും പോയിന്റ് ചെയ്യുന്നില്ല. ഈ പോയിൻ്ററിനെ ഏതിനെ പോയിന്റ് ചെയ്യാൻ പറ്റുക, ഇതേപോലെയുള്ളൊരു നോഡ് സ്ട്രക്ചറിനെ പോയിന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കാം. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു, ഒരു പോയിൻ്റർ ഉണ്ടാക്കി. ഈ സെൻറ്റൻസ് നോക്കുക, സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. അപ്പോൾ എന്താ സംഭവിക്കുക, ന്യൂ എന്തിനാ ഉപയോഗിക്കുക, ന്യൂ ഓപ്പറേറ്റർ എന്താ ഉപയോഗിക്കുന്നത്, ഡൈനാമിക്കായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ. അപ്പം ഡൈനാമിക്കായിട്ട് ഒരു നോഡ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്റർ അതിലേക്ക് പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ നോഡ് സ്ട്രക്ചറിൽ എന്തൊക്കെയായിരുന്നു മെമ്പേഴ്സ്, ഡാറ്റ എന്ന് പറയുന്ന മെമ്പറുണ്ട്, ലിങ്ക് എന്ന് പറയുന്ന മെമ്പറുണ്ട്. ഇത് രണ്ടിലും ഇപ്പം വാല്യൂസ് ഉണ്ടോ, വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ നോക്കുക, സ്റ്റാർട്ട് എയറോ ഡാറ്റ. എയറോ ഓപ്പറേറ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാറ്, എയറോ ഓപ്പറേറ്റർ ഈസ് യൂസ് ടു ആക്സസ് മെമ്പേഴ്സ് ഓഫ് എ സ്ട്രക്ചർ യൂസിങ് പോയിൻ്റർ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് എയറോ ഡാറ്റ ഈക്വൽ 10 എന്ന് പറയുമ്പോൾ ഇവിടെ 10 എന്ന് പറയുന്ന ഡാറ്റ വന്നു. സ്റ്റാർട്ട് എയറോ ലിങ്ക് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലിങ്ക് പാർട്ടിൽ ഇവിടെ നൾ എന്ന് പറയുന്ന വാല്യൂ വന്നു. അപ്പോൾ ഇത് ചെറിയൊരു ലിങ്ക്ഡ് ലിസ്റ്റാണ് അല്ലേ, ഒറ്റൊരു നോഡ് മാത്രമേ ഉള്ളൊരു ലിങ്ക്ഡ് ലിസ്റ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ക്രിയേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ് എന്നാണ്. നമ്മൾ നോട്ടിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ്. അതായത് നമ്മൾ നേരത്തെ നമുക്കറിയാം സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പോയിൻ്റർ നമ്മൾ ഉണ്ടാക്കി വെക്കണം. സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്ററിൻ്റെ ഉപയോഗം എന്താണ്, അതാണ് ഫസ്റ്റ് നോഡിനെ പോയിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ് എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ ടംബ് എന്ന് പറയുന്ന പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു നോഡ് ഉണ്ടാക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ടംബ് ഈസ് പോയിൻറ്റിങ് ടു ദിസ് നോഡ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു നോഡിൽ 2 ഭാഗമുണ്ട്, നമുക്കറിയാം ഡാറ്റ പാർട്ട് ഉണ്ടാവും, ലിങ്ക് പാർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, സ്റ്റെപ്പ് 2 സ്റ്റോർ ഡാറ്റ ആൻഡ് നൾ ഇൻ ദ നോഡ്. അതായത് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നോഡിൽ ഞാനിവിടെ 5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്തു. ലിങ്ക് പാർട്ടിൽ ഞാൻ എന്ത് ചെയ്തു, നൾ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. ഇത്ര ചെയ്തിട്ടുള്ളൂ. സ്റ്റെപ്പ് 3 ശ്രദ്ധിക്കുക, ഇഫ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നോഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ സ്റ്റാർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒന്നാമത്തെ ഒരു നോഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് ഫസ്റ്റ് നോഡാണ്. അപ്പോൾ ഫസ്റ്റ് നോഡ് ആയതുകൊണ്ട്
സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്റർ എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്ററിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്റർ ഫസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യും. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4 നോക്കാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് നോഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ദ ലിങ്ക് പാർട്ട് ഓഫ് ദ പ്രീവിയസ് നോഡ്. അതിവിടെ നമുക്ക് ബാധകമല്ല, കാരണം നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തത് എന്താണ്? ഒന്നാമത്തെ നോഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പം നമ്മൾ സ്റ്റെപ്പ് 4 നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് 5 നോക്കാം. റിപ്പീറ്റ് ദ സ്റ്റെപ്സ് 1 to 4 ആസ് ലോങ് ആസ് ദ യൂസർ വാണ്ട്സ്. അതായത് നമ്മൾ ഈ 1 മുതൽ 4 വരെ സ്റ്റെപ്പ് നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം, എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടെന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് സ്റ്റെപ്പ് 1 പോകാം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണ്? ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ്സ്. അപ്പോൾ ഞാൻ വേറൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അഡ്രസ്സ് ഞാൻ എവിടെ സ്റ്റോർ ചെയ്ത്? ടംബ് എന്ന് പറയുന്ന വേരിയബിളിൽ ഞാൻ സ്റ്റോർ ചെയ്തു. അപ്പോൾ ടംബ് എന്ന് പറയുന്ന പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു നോഡ്, പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ നോക്കുക. സ്റ്റോർ ഡാറ്റ ആൻഡ് നൾ ഇൻ ദ നോഡ്. അപ്പോൾ ഞാനിവിടെ 3 എന്ന് പറയുന്ന വാല്യൂ ഈ പുതിയ നോഡിൽ ഞാൻ സ്റ്റോർ ചെയ്തു. ഇവിടെ നൾ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 നോക്കാം. സ്റ്റെപ്പ് 3 എന്താണ്? ഇഫ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നോഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ സ്റ്റാർട്ട്. ഫസ്റ്റ് നോഡാണോ ഒന്നാമതിനിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്? ഇത് ഫസ്റ്റ് നോഡാണോ? അല്ല. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് ബാധകമല്ല. ഇനി സ്റ്റെപ്പ് 4 നോക്കാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് നോഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ദ ലിങ്ക് പാർട്ട് ഓഫ് ദ പ്രീവിയസ് നോഡ്. അപ്പോൾ ഇത് ഫസ്റ്റ് നോഡല്ല, സെക്കൻഡ് നോഡാണ്. അപ്പോൾ എന്താ പറയുന്നത്? സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ദ ലിങ്ക് പാർട്ട് ഓഫ് ദ പ്രീവിയസ് നോഡ്. ഇതിൻ്റെ അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യണം? തൊട്ട് മുമ്പിലത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതങ്ങനെ നമുക്ക് ചിത്രത്തിൽ കാണിക്കാൻ പറ്റുക. അപ്പം ലിങ്ക് പാർട്ട്, ഈ പ്രീവിയസ് നോഡ് ലിങ്ക് പാർട്ട് ഇപ്പം ഈ നോഡിനെ പോയിൻ്റ് ചെയ്യും. ഓക്കെ, ഇത് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അത് നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 2 നോഡുള്ള ഒരു ലിങ്ക് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി വേണമെങ്കിൽ ഇതേ സ്റ്റെപ്പ് നമുക്ക് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് നോഡുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമുക്ക് ക്രിയേഷൻ ഓഫ് ലിങ്ക് ലിസ്റ്റിൻ്റെ സ്റ്റെപ്പ്. ഇനി അടുത്ത ട്രാവേഴ്സിങ് എ ലിങ്ക് ലിസ്റ്റാണ്. ട്രാവേഴ്സിങ് എ ലിങ്ക് ലിസ്റ്റ്. ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിസിറ്റിംഗ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ ഇസ് കോൾഡ് ട്രാവേഴ്സിംഗ്. ഇൻ ദ കേസ് ഓഫ് ലിങ്ക് ലിസ്റ്റ് വി ബിഗിൻ ട്രാവേഴ്സൽ ഫ്രം ദ ഫസ്റ്റ് നോഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോഡിൽ നിന്നാണ് ട്രാവേഴ്സൽ തുടങ്ങുക. അപ്പോൾ ട്രാവേഴ്സിൻ്റെ സ്റ്റെപ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആദ്യം ലിങ്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം ട്രാവേഴ്സ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 3 നോഡുള്ള ലിങ്ക് ലിസ്റ്റ് ഇതിവിടെ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം സ്റ്റാർട്ടാണ് ഫസ്റ്റ് പോയിൻ്റർ. സ്റ്റാർട്ട് എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു അല്ലേ? അതിൻ്റെ ലിങ്ക് പാർട്ട് രണ്ടാമത്തെ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു. അതിൻ്റെ ലിങ്ക് പാർട്ട് മൂന്നാമത്തെ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ലിങ്ക് ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ട്രാവേഴ്സ് ചെയ്യണം. ട്രാവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലെ എല്ലാ എലമെൻറ്റിനെ എനിക്കൊന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഫ്രം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടംബ്. അതായത് ഒന്നാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ടാവും? സ്റ്റാർട്ടിൽ ഉണ്ടാവും അല്ലേ? അത് നമ്മൾ ഈ ടംബിലേക്ക് സ്റ്റോർ ചെയ്യാം. ടെമ്പററി വേരിയബിൾ, താൽക്കാലികമായിട്ടുള്ള വേരിയബിൾ. അപ്പം ഈ പോയിൻ്റർ ഇപ്പോൾ എവിടെയാണ് പോയിൻ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലേ? ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഫ്രം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടംബ്. ഒന്നാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് കിട്ടുക, അത് നമ്മൾ ടംബിലേക്ക് സ്റ്റോർ ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താണ്? ടംബ് എന്ന് പറയുന്ന പോയിൻ്റർ ഒന്നാമത്തെ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു. സ്റ്റെപ്പ് 2 നോക്കാം. യൂസിങ് ദ അഡ്രസ് ഇൻ ടം ഗെറ്റ് ദ ഡാറ്റ ഓഫ് ദ കറണ്ട് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ വാൽ. അപ്പോൾ ടംബ് ഇപ്പം പോയിൻ്റ് ചെയ്യുന്നത് ഇതിനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ നമുക്ക് കിട്ടും അല്ലേ? ടംബ് എറോ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ നമുക്ക് കിട്ടും. ഈ ഡാറ്റ എന്ത് ചെയ്യാം? വാൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. എന്താ പറയുക? യൂസിങ് ദ അഡ്രസ് ഇൻ ടം ഗെറ്റ് ദ ഡാറ്റ ഓഫ് ദ കറണ്ട് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ വാൽ അല്ലേ? വാൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഈ 5 സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സ്റ്റെപ്പ് 3 നോക്കാം. ഓൾസോ ഗെറ്റ് ദ കണ്ടന്റ് ഓഫ് ദ ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ്. ഈ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താ ഉള്ളത്? അടുത്ത നോഡിനെ പോയിന്റ് ചെയ്യല്ലേ അല്ലേ? അപ്പോൾ ഗെറ്റ് ദ കണ്ടന്റ് ഓഫ് ദ ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടം. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലിങ്ക് പാർട്ടിലുള്ളത് ടംബിലേക്ക് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടംബ് പിന്നെ ആരെ പോയിന്റ് ചെയ്യുന്നു? രണ്ടാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യുന്നു എന്നർത്ഥം. ഒന്നുകൂടി പറയാം. ഇതിൻ്റെ ലിങ്ക് പാർട്ടിലുള്ള കണ്ടന്റ് ഇവിടെ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ടംബ് പിന്നെ ആരെ പോയിന്റ് ചെയ്യുക? ടംബ് പിന്നെ രണ്ടാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇഫ് ദ കണ്ടന്റ് ഓഫ് ദ ടംബ് ഈസ് നോട്ട് നൾ ഗോ ടു സ്റ്റെപ്പ് 2 അതർവൈസ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മളിവിടെ ടംബ് ഇപ്പോൾ ആരെ പോയിന്റ് ചെയ്യുന്ന? രണ്ടാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യുകയാണ്. ഇത് നള്ളാണോ? അല്ല.
അപ്പോൾ നോട്ട് നള്ളാണ്. അപ്പോൾ ഗോ ടു സ്റ്റെപ്പ് 2. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാനാണ് പറയുന്നത് അല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ വീണ്ടും പോവാണ്. യൂസിങ് ദ അഡ്രസ് ഇൻ ടം ഗെറ്റ് ദ ഡാറ്റ ഓഫ് ദ കറണ്ട് നോഡ് ആൻഡ് സ്റ്റോർ ഇൻ വാൽ. അപ്പോൾ കറണ്ട് നോഡ് ഇപ്പോൾ ഏതാണ്, അതായത് ടംബ് ഇപ്പോൾ ആരെയാണ് പോയിന്റ് ചെയ്യുന്നത്, സെക്കൻഡ് നോഡിനെ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള വാല്യൂ ഏതാണ് 3. ഈ 3 എന്ന് പറയുന്ന ഡാറ്റ നമ്മൾ വാൽ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. യൂസിങ് ദ അഡ്രസ് ഇൻ ടം ഗെറ്റ് ദ ഡാറ്റ ഓഫ് ദ കറണ്ട് നോഡ് ആൻഡ് സ്റ്റോർ ഇൻ വാൽ. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 നോക്കാം. ഓൾസോ ഗെറ്റ് ദ കണ്ടന്റ് ഓഫ് ദ ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ്, ദാറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടം. അതായത് ഇതിൻ്റെ നെക്സ്റ്റ് നോഡ് ഏതാണ്, ഇതാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എവിടെയുണ്ട്, ഇതിൻ്റെ ലിങ്ക് പാർട്ടിലില്ലേ, അതെടുത്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യുക, ടംബിൽ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടംബ് നമ്മൾ മൂന്നാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യുന്നു എന്നർത്ഥം അല്ലേ. അപ്പോൾ ടംബ് ആദ്യം ആരും പോയിന്റ് ചെയ്തു, ടംബ് ആദ്യം ഫസ്റ്റ് നോഡിന് പോയിന്റ് ചെയ്തു, പിന്നെ ടംബ് സെക്കൻഡ് നോഡിന് പോയിന്റ് ചെയ്തു, പിന്നെ ടംബ് തേർഡ് നോഡിനെ പോയിന്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ നോക്കുകയാണ് സ്റ്റെപ്പ് 4. ഇഫ് ദ കണ്ടന്റ് ഓഫ് ടംബ് ഈസ് നോട്ട് നൾ, ടംബിൻ്റെ വാല്യൂ ഇപ്പോൾ നള്ളാണോ, അല്ല, ടംബ് ഇപ്പോൾ മൂന്നാമത്തെ നോഡിന് പോയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നോട്ട് നല്ലാണ്. ഗോ ടു സ്റ്റെപ്പ് 2. വീണ്ടും എവിടത്തേക്ക് പോകണം, സ്റ്റെപ്പ് 2ലേക്ക് പോകണം. സ്റ്റെപ്പ് 2ലേക്ക് പോകാം. സ്റ്റെപ്പ് 2ൽ എന്താ പറയുക, യൂസിങ് ദ അഡ്രസ് ഇൻ ടം ഗെറ്റ് ദ ഡാറ്റ ഓഫ് ദ കറണ്ട് നോഡ് ആൻഡ് സ്റ്റോർ ഇൻ വാൽ. അപ്പോൾ ഇപ്പോൾ ഉള്ള കറണ്ട് നോഡ് ഏതാണ്, ടംബ് പാരിയെ പോയിന്റ് ചെയ്യുന്ന മൂന്നാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യാണ്. അതിലുള്ള വാല്യൂ എന്താണ് 9. 9 നമ്മൾ വാൽ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3ലേക്ക് പോവാം. ഓൾസോ ഗെറ്റ് ദ കണ്ടന്റ് ഓഫ് ദ ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ്. ഈ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ ഇപ്പോൾ എന്താ ഉള്ളത്, നള്ളാണ് ഉള്ളത് അല്ലേ. സ്റ്റോർ ഇട്ടിട്ടുണ്ടാകും. ഈ നൾ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു, ടംബിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടംബിൽ ഇനിയിപ്പോൾ എന്താ ഉള്ളത്, നൾ എന്ന് പറയുന്ന വാല്യൂ ഉള്ളത്, നള്ളാണുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 4ൽ നോക്കാം. ഇഫ് ദ കണ്ടന്റ് ഓഫ് ദ ടംബ് ഈസ് നോട്ട് നൾ, ഗോ ടു സ്റ്റെപ്പ് 2. ഇപ്പോൾ നള്ളാണ് ഉള്ളത്, അപ്പോൾ അത് അതർവൈസ് നള്ളായതുകൊണ്ട് സ്റ്റോപ്പ്, നമുക്ക് ട്രാവേഴ്സിൽ നിർത്താം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ടംബ് എന്ന് പറയുന്ന പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് നോഡിനെ പോയിന്റ് ചെയ്യിച്ചു, അവിടുത്തെ ഡാറ്റ നമ്മൾ ആക്സസ് ചെയ്തു, പിന്നെ അവിടുത്തെ ലിങ്ക് പാർട്ട് നമ്മൾ ടംബ് സ്റ്റോർ ചെയ്യുന്നു. അതായത് ടംബ് രണ്ടാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യുന്നു, അതിന് ഡാറ്റ നമ്മൾ വാൽ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ലിങ്ക് പാർട്ട് നമ്മൾ ടംബിൽ സ്റ്റോർ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, ടംബ് മൂന്നാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ നമ്മൾ വാൽ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ലിങ്ക് പാർട്ടിൽ നള്ളാണത്, നള്ളെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ടംബിൽ നള്ളാകുമ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ട്രാവേഴ്സിൽ ക്ലിയർ ആയി. നെക്സ്റ്റ്, ഇൻസേർഷൻ ഇൻ എ ലിങ്ക് ലിസ്റ്റ്. Insertion of an item in a linked list is the process of placing a node containing the item in a particular position. As in the case of arrays, a node can be inserted anywhere in a linked list, at the beginning, at the end, or in between any two nodes. അപ്പോൾ ഇൻസേർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുതിയൊരു നോഡ് നമ്മൾ നിലവിലുള്ള ഒരു ലിങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അവസാനം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ അൽഗോരിതം നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 3 സ്ഥലത്ത് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. തുടക്കത്തിൽ ആഡ് ചെയ്യാം പുതിയ നോഡ്, അവസാനം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അതാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം തുടക്കത്തിൽ ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് പുതിയ നോഡ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ നോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ടിനെ കൊണ്ട് അതിനെ പോയിന്റ് ചെയ്യിക്കുക. അതിന് മുന്നേ നമ്മൾ സ്റ്റാർട്ടിൽ ഇപ്പോൾ ഉള്ളത് എന്ത് ചെയ്യാം, പുതിയ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലാക്കുകയും ചെയ്യാം. കുറച്ചും കൂടി എളുപ്പമാണ്. അതേപോലെ ലാസ്റ്റ് നമുക്ക് ഒരു നോഡ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ട് ആ പുതിയ നോഡിനെ പോയിന്റ് ചെയ്യിക്കുന്നു. അതേപോലെ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ നള്ള് സ്റ്റോർ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു നമ്മൾ സ്റ്റെപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളൊരു പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് എങ്ങനെ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1, ക്രിയേറ്റ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ടംബ് ആണ്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഒരു ലിങ്ക് ലിസ്റ്റാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ഫസ്റ്റ് നോഡിന് പോയിന്റ് ചെയ്യുന്നു, അതിൽ 5 വാല്യൂ ഉള്ളത്. അതിൻ്റെ ലിങ്ക് പാർട്ട് സെക്കൻഡ് നോഡിന് പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് നോഡിലുള്ള വാല്യൂ ഡാറ്റ ഏതാണ്, ഡാറ്റ 3 ആണ്. അതിൻ്റെ ലിങ്ക് പാർട്ട് മൂന്നാമത്തെ നോഡിന് പോയിന്റ് ചെയ്യുന്നു, അതിൻ്റെ ഡാറ്റ 9 ആണ്. അതിൻ്റെ ലിങ്ക് പാർട്ടിൻ്റെ ഇടം എന്ന് വെച്ചാൽ ഈ ഒരു ലിങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ എത്ര നോഡേ ഉള്ളൂ, 3 നോഡുള്ള ഒരു ലിങ്ക് ലിസ്റ്റാണ് ഉള്ളത്. നമ്മൾ പുതുതായിട്ടും 4മതായിട്ട് ഒരു നോഡ് ആഡ് ചെയ്യാം. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്, ക്രിയേറ്റ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ടം. അപ്പോൾ ഞാൻ പുതിയൊരു നോഡ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു.
അതിൻ്റെ അഡ്രസ്സ് ഞാൻ എവിടെ സ്റ്റോർ ചെയ്യുന്നു? ടംബിൽ സ്റ്റോർ ചെയ്യും. അത് ടംബ് ഇപ്പോൾ ആരെയാണ് പോയിന്റ് ചെയ്യുന്നത്? പുതിയ നോഡിനെ പോയിന്റ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2 നോക്കാം. സ്റ്റോർ ദ ഡാറ്റ ഇൻ ദിസ് നോഡ് യൂസിങ് ടംബ്. അപ്പോൾ ഞാനിവിടെ ഈ നോഡിൽ ആവശ്യമായ ഡാറ്റ 25 എന്ന് പറയുന്ന ഡാറ്റ ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്തു. സ്റ്റെപ്പ് 3 വളരെ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 3ൽ ഒബ്റ്റെയിൻ ദ അഡ്രസ് ഓഫ് ദ നോഡ് അറ്റ് പൊസിഷൻ post-1 ആൻഡ് post+1 ഇൻ ദ പോയിന്റേഴ്സ് പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് റെസ്പെക്റ്റീവ്ലി. എന്ന് വെച്ചാൽ ഇതിൻ്റെ പൊസിഷൻ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നുള്ള പൊസിഷൻ കണ്ടുപിടിക്കുക അതിൻ്റെ അർത്ഥം. അതായത് എനിക്കിപ്പം ഈ പുതുതായി ക്രിയേറ്റ് ചെയ്ത നോഡ് എനിക്ക് ഈ 2 നോഡിൻ്റെ ഇടക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം ഇതിന് തൊട്ട് മുമ്പിലത്തെ നോഡിനെ, അതായത് post-1 ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള നോഡിനെ പ്രീ നോഡ് എന്ന് പറയുന്ന പോയിന്റർ കൊണ്ട് പോയിന്റ് ചെയ്യിക്കുക. അതേപോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറമുള്ള നോഡിനെ പോസ്റ്റ് നോഡ് എന്ന് പറയുന്ന പോയിന്റർ കൊണ്ട് പോയിന്റ് ചെയ്യിക്കുക എന്നർത്ഥം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാനിവിടെ ഈ പുതിയ നോഡായ 25 ഡാറ്റയുള്ള ഈ ഒരു പുതിയ നോഡ് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഈ നോഡിൻ്റെയും അടക്കമാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രീ നോഡ് എന്ന് പറയുന്ന പോയിന്റർ ഇതിൻ്റെ തൊട്ട് മുമ്പിൽ, അതായത് ഈ നോഡിന് പോയിന്റ് ചെയ്യിക്കുക. അതേപോലെ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുന്ന ഈ സ്ഥലത്താണല്ലോ. അപ്പോൾ തൊട്ടപ്പുറം വരുന്ന നോഡ് ഏതാണ്? ഇതാണല്ലോ. ഈ നോഡിനെ എന്തിനെ കൊണ്ട് പോയിന്റ് ചെയ്യിക്കുക? പോസ്റ്റ് നോഡ് എന്ന് പറയുന്ന പോയിന്റർ കൊണ്ട് പോയിന്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ അർത്ഥം. ഒബ്റ്റെയിൻ ദ അഡ്രസ് ഓഫ് ദ നോഡ്സ് എറ്റ് പൊസിഷൻ post-1 ആൻഡ് post+1 ഇൻ ദ പോയിന്റേഴ്സ് പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ബാക്കിലുള്ള നോഡിനെ ആര് പോയിന്റ് ചെയ്യുക? പ്രീ നോഡ് എന്ന് പറയുന്ന പോയിന്റർ പോയിന്റ് ചെയ്യുക. തൊട്ടപ്പുറമുള്ള നോഡിനെ ആര് പോയിന്റ് ചെയ്യുക? പോസ്റ്റ് നോഡ് എന്ന് പറയുന്ന പോയിന്റർ പോയിന്റ് ചെയ്യുക. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, കോപ്പി ദി കണ്ടന്റ് ഓഫ് ടംബ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ഇൻ ടു ദ ലിങ്ക് പാർട്ട് ഓഫ് ദ നോഡ് അറ്റ് പൊസിഷൻ post-1 വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് പ്രീ നോഡ്. അതായത് പുതിയതായി ക്രിയേറ്റ് ചെയ്ത നോഡ് ഇതിൻ്റെ അഡ്രസ്സ് തൊട്ട് മുമ്പിലത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് കോപ്പി ചെയ്യുക എന്നർത്ഥം. അതായത് തൊട്ട് മുമ്പിലുള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ട് പുതിയ നോഡിനെ പോയിന്റ് ചെയ്യുക എന്ന് പറയാം. എന്താ പറഞ്ഞിരിക്കുന്നത്? കോപ്പി ദ കണ്ടന്റ് ഓഫ് ടംബിൽ എന്താ ഉള്ളത്? പുതിയ നോഡിൻ്റെ അഡ്രസ്സ്. ഈ പുതിയ നോഡിൻ്റെ അഡ്രസ്സ് പ്രീ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രീ നോഡിൻ്റെ ലിങ്ക് പാർട്ട് പുതിയ നോഡിനെ പോയിന്റ് ചെയ്യുക എന്നർത്ഥം. ഓക്കെ, ഒന്നുകൂടി പറയാം. കോപ്പി ദി കണ്ടന്റ് ഓഫ് ടംബിൽ എന്താ ഉള്ളത്? പുതിയ നോഡിൻ്റെ അഡ്രസ്സ്. അതെവിടത്തേക്കാണ് സ്റ്റോർ ചെയ്യാൻ പറയുന്നത്? ലിങ്ക് പാർട്ട്, ഇവിടേക്ക് ലിങ്ക് പാർട്ട് ഓഫ് പ്രീ നോഡ്. അത് പ്രീ നോഡ് എന്ന് വെച്ചാൽ തൊട്ട് മുമ്പിലത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് പുതിയ നോഡിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിലത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് ആരെ പോയിന്റ് ചെയ്യുക? പുതിയ നോഡിനെ പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇനി സ്റ്റെപ്പ് 5 നോക്കാം. 5. കോപ്പി ദി കണ്ടന്റ് ഓഫ് പോസ്റ്റ് നോഡ് അഡ്രസ് ഓഫ് നോഡ് അറ്റ് പൊസിഷൻ post+1 to the link part of the new node that is pointed by term. എന്ന് വെച്ചാൽ തൊട്ട് അപ്പുറത്തെ നോഡിൻ്റെ അഡ്രസ്സ് ഇവിടേക്ക് കോപ്പി ചെയ്യാം. എന്നോട് പറയാം. പോസ്റ്റ് നോഡിൽ എന്താ ഉള്ളത്? തൊട്ടപ്പുറമുള്ള നോഡിൻ്റെ അഡ്രസ്സ്. അതെന്ത് ചെയ്യുക? പുതിയ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് സ്റ്റോർ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്ത് ചെയ്യുക? തൊട്ടപ്പുറമുള്ള നോഡിനെ പോയിന്റ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം. കോപ്പി ദി കണ്ടന്റ് ഓഫ് പോസ്റ്റ് നോഡിൽ എന്താ ഉള്ളത്? തൊട്ടപ്പുറത്തെ നോഡിൻ്റെ അഡ്രസ്സ്. അതെന്ത് ചെയ്യുക? അത് പുതിയ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് കോപ്പി ചെയ്യുക. ഇവിടുത്തെ കോപ്പി ചെയ്യുക. ഇതിൻ്റെ അഡ്രസ്സ് ഇതിലേക്ക് കോപ്പി ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലിങ്ക് പാർട്ട് ആരെ പോയിന്റ് ചെയ്യുന്നു? ഈ നോഡിനെ പോയിന്റ് ചെയ്യുന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻസേർഷൻ പൂർത്തിയായി. അപ്പം സ്റ്റാർട്ട് ഇവിടത്തേക്ക് വരുന്നു. ഫസ്റ്റ് നോഡ് ലിങ്ക് പാർട്ട് ഇവിടെ 3 എന്ന് പറയും. ഈ നോഡിനെ പോയിന്റ് ചെയ്യുന്നു. ഇതിൻ്റെ ലിങ്ക് പാർട്ട് എന്ത് ചെയ്യുന്നു?
പുതിയ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ലിങ്ക് പാർട്ട് നമ്മളെ ലാസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നോഡിൽ ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ എത്ര നോഡായി? ഇപ്പം 4 നോഡായി. നേരത്തെ എത്രയുണ്ടായിരുന്നുള്ളത്? 3 നോഡുള്ളത് 4 നോഡായിട്ട് മാറി. ഓക്കെ, ഇപ്പോൾ ഇൻസേർഷൻ ക്ലിയർ ആയല്ലോ. ഇങ്ങനെ ഡിലീഷൻ നോക്കാം. Deletion of an item from a linked list is the process of removing a node from the list. The position of the node to be removed will be given. Instead of this, if the data item is given, the node containing that item is to be searched and its position is to be noted. Then we apply the steps for removal operation. Any node can be removed from a linked list. ഇവിടെ നമ്മൾ ഒരു നോഡ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. പൊസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഡാറ്റ ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ ഐറ്റം സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ ആദ്യം എന്ത് ചെയ്യണം? പൊസിഷൻ കണ്ടുപിടിക്കണം. അതിനുശേഷമാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, നമുക്കതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഒബ്റ്റെയിൻ ദ അഡ്രസ് ഓഫ് ദ നോഡ് അറ്റ് പൊസിഷൻ post-1 ആൻഡ് post+1 ഇൻ ദ പോയിന്റേഴ്സ് പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് റെസ്പെക്റ്റീവ്ലി. നമ്മൾ നേരത്തെ ഇൻസേർഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നമ്മൾ ഏത് നോഡാണോ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തെ നോഡിനെയും തൊട്ട് അപ്പുറമുള്ള നോഡിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നപ്പോൾ ഈ നോഡാണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. 25 ഡാറ്റയുള്ള ഈ ഒരു നോഡാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലത്തെ നോഡ് ഏതാണ്? ഇതിനെ പോയിന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പ്രീ നോഡ് എന്ന് പറയുന്ന പോയിന്റർ ഉപയോഗിക്കുന്നു. ഇതിന് ശേഷമുള്ള നോഡ് ഏതാണ്? ഇതിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പോസ്റ്റ് നോഡ് ഉപയോഗിക്കുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. ഒബ്റ്റെയിൻ ദ അഡ്രസ് ഓഫ് ദ നോഡ് അറ്റ് പൊസിഷൻ post-1 എന്ന് വെച്ചാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് ബാക്കിലുള്ള നോഡിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രീ നോഡ് എന്ന് പറയുന്ന പോയിന്റർ ഉപയോഗിക്കുന്നു. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നോഡിൻ്റെ തൊട്ട് അപ്പുറമുള്ള അല്ലേ, post+1 എന്ന് വെച്ചാൽ തൊട്ടപ്പുറം, ഈ നോഡിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോസ്റ്റ് നോഡ് എന്ന് പറയുന്ന പോയിന്റർ ഉപയോഗിക്കുന്നു. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് ലൊക്കേഷൻ കണ്ടുപിടിക്കണം, ഏതാണ് നമ്മൾ ഏത് നോഡാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീ നോഡ് ഇതും പോസ്റ്റ് നോഡ് ഇതും ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. കോപ്പി ദി കണ്ടന്റ് ഓഫ് പോസ്റ്റ് നോഡ് into the link part of node at position post-1 which can be accessed using pre-node. എന്ന് വെച്ചാൽ പോസ്റ്റ് നോഡിലുള്ള കണ്ടന്റ് എന്താണ്? ഇതിൻ്റെ അഡ്രസ്സ്, അതായത് ഈ നോഡിൻ്റെ അഡ്രസ്സ് നമ്മൾ പ്രീ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് കോപ്പി ചെയ്യുക. അതായത് പിന്നെ പ്രീ നോഡിൻ്റെ ലിങ്ക് പാർട്ട് ആരെയാണ് പോയിന്റ് ചെയ്യുക? പോസ്റ്റ് നോഡിനെയാണ് പോയിന്റ് ചെയ്യുക. അപ്പോൾ ഈ കണക്ഷൻ നമ്മൾ കട്ടായി അല്ലേ. തൊട്ട് മുമ്പ് വരെ ഇത് എവിടെയായിരുന്നു പോയിന്റ് ചെയ്തിരുന്നത്? ഇവിടെയായിരുന്നു പോയിന്റ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ മാറ്റി നമ്മൾ ഇതിൻ്റെ പോയിന്റ്, അതായത് ഈ ലിങ്ക് പാർട്ട് പോയിന്റ് ചെയ്യുന്നത് തൊട്ട് ഇപ്പുറമുള്ള നോഡിനെയായി മാറി. ഓക്കെ, നെക്സ്റ്റ്, ഫ്രീ ദ നോഡ് അറ്റ് പൊസിഷൻ post-1 അല്ലേ. അതായത് ഈ നോഡിനെ നമുക്ക് എന്ത് ചെയ്യാനി? ഈ നോഡിനെ നമുക്ക് ഫ്രീ ചെയ്യാം, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി 25 ഡാറ്റ ഉണ്ടായിരുന്ന നോഡ് ഡിലീറ്റായി. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പം ഫസ്റ്റ് നോഡ് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്റർ ഫസ്റ്റ് നോഡിനെ പോയിന്റ് ചെയ്യുന്നു. അതിൻ്റെ ലിങ്ക് പാർട്ട് സെക്കൻഡ് നോഡിനെ പോയിന്റ് ചെയ്യുന്നു. അതിൻ്റെ ലിങ്ക് പാർട്ട് നമ്മളെ തേർഡ് നോഡിനെ പോയിന്റ് ചെയ്യുന്നു. നമ്മൾ ഇതിൻ്റെ നടുക്കുണ്ടായിരുന്ന ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലുണ്ടായിരുന്ന നോഡ് നമ്മൾ ഡിലീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അൽഗോരിതംസ് നമ്മൾ ഇതേപോലെ ഡയഗ്രാം വരച്ചുകൊണ്ട് നമ്മൾ നോട്ടിൽ എഴുതുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഈ സ്റ്റെപ്പുകൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.